أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قالوا إنما أنت من المسحرين وما أنت إلا بشر مثلنا وإن نظنك لمن الكاذبين فأسقط علينا كسفا من السماء إن كنت من الصادقين قال ربي أعلم بما تعملون فكذبوه فأخذهم عذاب يوم الظلة إنه كان عذاب يوم عظيم إن في ذلك لآية وما كان أكثرهم مؤمنين وإن ربك لهو العزيز الرحيم. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1255 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ ഖുർആനിലെ 26-ാമത്തെ അധ്യായമായ സൂറത്ത് ശുഅറയിലെ 185 മുതൽ 191 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قالوا إنما أنت من المسحرين وما أنت إلا بشر مثلنا وإن نظنك لمن الكاذبين فأسقط علينا كسفا من السماء إن كنت من الصادقين قال ربي أعلم بما تعملون فكذبوه فأخذهم عذاب يوم الظلة إنه كان عذاب يوم عظيم إن في ذلك لآية وما كان أكثرهم مؤمنين وإن ربك لهو العزيز الرحيم صدق الله العلي العظيم. സൂറത്ത് ശുഅറയിലെ 185 മുതൽ 191 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. അസ്ഹാബുൽ ഐക്കയെ പരാമർശിച്ചുകൊണ്ട് അവരുടെ ശുഐബ് അലൈഹിസ്സലാം അവർക്കിടയിൽ ദൈവിക ദൗത്യം നിർവഹിച്ചുകൊണ്ട് രംഗത്ത് വന്നപ്പോൾ ആ സമൂഹം സ്വീകരിച്ച നിലപാട് എന്തായിരുന്നു എന്നത് വിശദമാക്കപ്പെടുകയാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്ത്. അതിന്റെ ആദ്യ ഭാഗം ഇന്നലെ നമ്മൾ വിശദമായിട്ട് ഉൾക്കൊള്ളുകയുണ്ടായി. ഐക്ക സമൂഹം, അസ്ഹാബുൽ ഐക്ക, ശുഐബ് അലൈഹിസ്സലാമിനോട് എന്താണ് അദ്ദേഹത്തിന്റെ പ്രബോധന ദൗത്യ നിർവഹണത്തിനോട് പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞത് എന്നതാണ് ഇന്ന് നമ്മൾ വായിച്ചു വെച്ചിരിക്കുന്ന ഈ 185-ാമത്തെ ആയത്ത് മുതൽ 191-ാമത്തെ ആയത്ത് വരെയുള്ള ഭാഗത്ത് അടങ്ങിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഈ ഐക്യവാസികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ വിശദമാക്കുന്ന കൂട്ടത്തില് നമ്മൾ മനസ്സിലാക്കിയുണ്ടായി വിശുദ്ധ ഖുർആനില് അസ്ഹാബുൽ ഐക്ക എന്ന പരാമർശവും അതുപോലെ തന്നെ അസ്ഹാബു മദിയൻ എന്ന ഒരു പരാമർശവും ശുഐബ് അലൈഹിസ്സലാമിന്റെ സമൂഹം എന്നുള്ള നിലക്ക് പരാമർശം വരുന്നത്, രണ്ട് വ്യത്യസ്തമായ പരാമർശങ്ങൾ വരുന്നത് നമ്മളിവിടെ പ്രതിപാദിക്കുകയുണ്ടായി. മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ രണ്ട് വിഭാഗങ്ങൾക്കും
അവരുടെ ധിക്കാരവും അനുസരണക്കേടും സത്യനിഷേധവും ഒക്കെ കാരണമായിട്ട് ദൈവിക ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോ രണ്ട് വ്യത്യസ്തമായ ശിക്ഷകളാണ് അവർക്ക് നൽകപ്പെട്ടതായിട്ട് പരാമർശിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ഉപോത്ബലകമായ മറ്റ് സൂചനകളും കൂടി വെച്ചുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവര് പരസ്പരം വളരെ ചേർന്ന് കിടക്കുന്ന, വളരെ അടുപ്പമുണ്ടായിരുന്ന, സാമൂഹ്യമായി പരസ്പരം ചേർന്ന് നിൽക്കുന്ന രണ്ട് വ്യത്യസ്ത സമൂഹങ്ങളായിരുന്നു, രണ്ട് വ്യത്യസ്ത ഗോത്രങ്ങളായിരുന്നു എന്നാണ്. ഈ രണ്ട് സമൂഹങ്ങളിലേക്കും, ഈ രണ്ട് ഗോത്ര സമൂഹങ്ങളിലേക്കുമുള്ള പ്രവാചകനായിട്ടാണ് ഷുഐബ് അലൈഹിസ്സലാം നിയോഗിക്കപ്പെടുകയുണ്ടായത്. അവരുടെ ഒരു സമൂഹം എന്നുള്ള നിലക്ക് ഉണ്ടായിരുന്ന ജീർണതകളും സാമൂഹ്യ ദൂഷ്യങ്ങളും ഒക്കെ മിക്കവാറും ഒക്കെ ഒന്ന് തന്നെയായിരുന്നു എന്നാണ് ഖുർആന്റെ വിവരണത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. സാമ്പത്തികമായ ക്രമക്കേടുകളും ചൂഷണവും അതുപോലെ തൂക്കത്തിലും അളത്തത്തിലും ഒക്കെ കൃത്രിമം കാണിച്ചുകൊണ്ട് അവരുടെ ഇടപാടുകാരെ പറ്റിക്കുകയും അതിലൂടെ അനർഹമായ നേട്ടമുണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന, അതുപോലെ കച്ചവട ചരക്കുകളുമായിട്ട് അവരുടെ നാടുകളിലൂടെ അതിന്റെ പരിസരത്തൂടെ കടന്നു പോകുന്ന ആളുകളുടെ മേല് അന്യായമായി ചുങ്കം ചുമത്തിക്കൊണ്ട് അതിന് ചുങ്കം നൽകാൻ സന്നദ്ധരല്ലാത്ത ആളുകളെ വഴിമുടക്കിക്കൊണ്ടൊക്കെയുള്ള പല ദ്രോഹങ്ങളും ചെയ്തുകൊണ്ടിരുന്നു ഈ രണ്ട് ഗോത്രങ്ങളും എന്നാണ് ഖുർആൻ നൽകുന്ന സൂചനകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ കാര്യം പൊതുവായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ആയത്തുകൾ ചർച്ച ചെയ്യുമ്പോൾ മനസ്സിലാക്കുകയുണ്ടായി. വത്തഖുല്ലാഹല്ലദീ ഖലഖക്കും വൽ ജിബില്ലത്തൽ അവ്വലീൻ എന്ന ഷുഐബ് അലൈഹിസ്സലാമിന്റെ അവരോടുള്ള നിർദ്ദേശം, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുക, നിങ്ങളെയും നിങ്ങളുടെ പൂർവികരായ തലമുറകളെയും സൃഷ്ടിച്ചവനായ റബ്ബിന് അവനോട് തഖ്വ കാണിച്ചുകൊണ്ട് ജീവിക്കുന്നവരായി മാറുക എന്ന നിർദ്ദേശത്തെ ആ സമൂഹം എങ്ങനെയാണ് എതിരേറ്റത് എന്നത് ഇന്ന് നമ്മൾ വായിച്ചു വെച്ച ആയത്തുകളിൽ വ്യക്തമാക്കപ്പെടുന്നുണ്ട്. നമുക്ക് ഇന്ന് വായിച്ച ആയത്തുകൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഖാലു, ഷുഐബ് അലൈഹിസ്സലാമിനോട് പ്രതികരിച്ചുകൊണ്ട് അവര് പറഞ്ഞു, ഇന്നമാ അൻത മിനൽ മുസഹരീൻ, ഷുഐബെ നീ ആഭിചാരക്രിയക്ക് വിധേയനായ ഒരാളായിട്ട് മാത്രമാണ് ഞങ്ങൾ നിന്നെ കാണുന്നത്. നീ വെറും ഒരു മാരണബാധിതനാകുന്നു, മുസഹറാകുന്നു, സിഹർ ചെയ്യപ്പെട്ട ഒരാളാണ് എന്ന് പറഞ്ഞാൽ നീ പറയുന്നതും ചെയ്യുന്നതും ഒന്നും ഒരു നോർമലായ ഒരാൾ ചെയ്യുന്ന കാര്യമോ പറയുന്ന കാര്യമോ ഒന്നുമല്ല. നിനക്കൊരു തരം ഭ്രാന്താണ്, സിഹർ ബാധിച്ച ഒരവസ്ഥയിലാണ് നീ ഉള്ളത്. അതുകൊണ്ടാണ് നീ തോന്നിയതൊക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ തീർത്തും അടിസ്ഥാനരഹിതവും യുക്തിരഹിതവുമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് നീ പറയുന്ന കാര്യങ്ങളെ അവയുടെ മുഖവിലക്ക് എടുത്തുകൊണ്ട് പ്രതികരിക്കാൻ, നിന്റെ കൂടെ കൂടാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. നീ സിഹർ ബാധ ഏറ്റവനാണ്. ഇതാണ് അവര് പറഞ്ഞ കാര്യം. നീ വെറും ഒരു മാരണബാധിതനാകുന്നു എന്നാണ് അവര് പറഞ്ഞ സംഗതി. ഇന്നമ അൻത മിനൽ മുസഹരീൻ, നീ സിഹർ ബാധയേറ്റ ഒരാളാണ്. സിഹർ ബാധ കാരണമായിട്ട് സ്വബോധം നഷ്ടപ്പെട്ട, ബുദ്ധിസ്ഥിരത ഇല്ലാതെയായ, തലക്ക് വെളിവില്ലാതെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുത്തനായി മാറിയിട്ടുണ്ട് നീ. നിനക്ക് നീ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ അതുകൊണ്ടുള്ളതാണ് എന്നതാണ് അവർ പറഞ്ഞതിന്റെ ചുരുക്കം. വമാ അൻത ഇല്ലാ ബശറും മിസ്ലുന, നീ ഞങ്ങളെപ്പോലെയുള്ള ഒരു സാധാരണ മനുഷ്യനാണ്.
അതിനപ്പുറത്തേക്കൊന്നുമില്ല. നീ ഇപ്പോ ദൈവിക വെളിപ്പാടുകൾ ലഭിച്ച പ്രവാചകനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ ഞങ്ങളുടെ അടുക്കിലേക്ക് വരുന്നത്. ഇതൊക്കെ ഒരു ഭ്രാന്തിന്റെ ലക്ഷണാണ്. സിഹ്റ് ബാധിച്ച ആളുകള് ഇങ്ങനെ വായി തോന്നിയതൊക്കെ ഇങ്ങനെ വിളിച്ചു പറയും. അതുപോലെയൊക്കെയുള്ള ഒരു സംസാരം മാത്രമാണിത്. വമാ അൻത ഇല്ലാ ബശറും മിസ്ലുന, ഞങ്ങളൊക്കെ പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാണ് നീ. അതിൽ കൂടുതലായിട്ടുള്ളത് ഇപ്പോ നിനക്ക് സിഹ്റ് ബാധ ഉള്ളത് കൊണ്ട് തലക്ക് വെളിവില്ലാത്ത ചില കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നത് മാത്രമാണ്. ഇതാണ് അവർ പറഞ്ഞതിന്റെ ചുരുക്കം. വമാ അൻത ഇല്ലാ ബശറും മിസ്ലുന വ ഇൻ നളുന്നുക ലമിനൽ കാദിബീൻ, നീ ഇപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നും നേരാണ് എന്ന് ഞങ്ങൾ കരുതുന്നില്ല. നീ ഓരോ കള്ളം വിളിച്ചു പറയുകയാണ്, നീ കള്ളം പറയുന്നവരിൽ പെട്ടവനാണ് എന്നതാണ് ഞങ്ങളുടെ അനുമാനം. വ ഇൻ നളുന്നുക, നിന്നെ കുറിച്ച് ഞങ്ങള് അനുമാനിക്കുന്നത് ലമിനൽ കാദിബീൻ, നീ കള്ളം പറയുന്നവരിൽ പെട്ടവനാണ് എന്നാണ്. ഇതാണ് അവര് പറയുന്നത്. ഈ പറയുന്നതിൽ തന്നെ ഒരു അസ്വീകാര്യമായ അയുക്തിപരമായ കാര്യം അടങ്ങിയിട്ടുണ്ടെന്ന് കാണാൻ കഴിയും. ഇപ്പൊ സിഹിർ ബാധിച്ച ഒരാള് അയാൾക്ക് മനസ്സ് തോന്നിയത് പറയുകയാണ് ചെയ്യുക. അയാൾ കള്ളം പറയുന്ന ആളാവില്ല. ഇവിടെ ഒരു ഭാഗത്ത് ഇവര് കള്ളം പറയുന്നവര് എന്ന് പറയുമ്പോ മറുഭാഗത്ത് അവര് സിഹിർ ബാധയുള്ള ആളാണ് എന്നാണ് പറയുന്നത്. എന്തായാലും ഇവരുടെ പ്രതികരണം ഷുഐബ് അലൈഹിസ്സലാമിനെ ഇങ്ങനെ ആയാലും അങ്ങനെ ആയാലും ഞങ്ങൾക്ക് നീ പറയുന്ന ഒന്നും സ്വീകാര്യമല്ല എന്നാണ് അവർ പറയുന്നത്. ഒന്നുകിൽ നീ കള്ളം പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ സിഹിർ ബാധ കാരണമായിട്ട് നീ തലക്ക് വെളിവില്ലാതെ ഓരോന്ന് വിളിച്ചു പറയുന്നതായിരിക്കും. രണ്ടായാലും ഞങ്ങൾക്ക് നീ സ്വീകാര്യനല്ല, നീ പറയുന്ന കാര്യം ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്നാണ് അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവര് തുടർന്ന് പറഞ്ഞൊരു കാര്യം, ഫഅസ്ഖിത് അലൈനാ കിസഫം മിനസ് സമാഇ ഇൻ കുൻത മിനസ് സാദിഖീൻ, ഇനി നീ പൊള്ളു പറയുന്നവനല്ല, സത്യമാണ് പറയുന്നത്, സത്യവാന്മാരിൽ പെട്ടവനാണ് നീ എങ്കിൽ അതിനുള്ള തെളിവായിട്ട് നീ ഞങ്ങളുടെ മേൽ ആകാശത്തിന്റെ കഷ്ണങ്ങൾ വീഴ്ത്തണം. ഇതാണ് പറയുന്നത്. ആകാശത്തിന്റെ ചില ഗന്ധങ്ങൾ, കിസഫ്, നീ ഞങ്ങളുടെ മേല് ഒന്ന് വീഴ്ത്തും. ഈ വലിയ ദൈവിക ശിക്ഷയെ കുറിച്ചൊക്കെ താക്കീത് നൽകുന്നുണ്ടല്ലോ. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. തൽക്കാലം നീ പറയുന്നത് ദൈവികമായ സന്ദേശങ്ങളാണ്, നീ സത്യസന്ധനായിട്ടാണ് അത് പറയുന്നത് എന്നതിനൊക്കെയുള്ള തെളിവായിട്ട് ആകാശത്ത് നിന്ന് അതിന്റെ ഒരു കഷ്ണം അടർന്ന് ഞങ്ങളുടെ മേല് വീഴുന്ന വിധത്തിലൊന്നും വിട്. ഇതാണ് അവർ ആവശ്യപ്പെടുന്നത്. അത് വല്ലാത്തൊരു ധാർഷ്ട്യത്തോടു കൂടിയുള്ള ഒരു സംസാരമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഒരു പ്രവാചകനും ഒരു സമൂഹത്തിന് തീർത്തും അപരിചിതനായ അവസ്ഥയിലല്ല ആ സമൂഹത്തിലേക്ക് കടന്നു വരാറുള്ളത്. ആ പ്രവാചകന്റെ പിന്നിട്ട കാലം അവർക്ക് നന്നായിട്ട് അറിയും. അദ്ദേഹം ഏതു വിധത്തിലാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത് എന്നതും അദ്ദേഹത്തിന്റെ നിലപാടുകളും പ്രവർത്തനങ്ങളും ഒക്കെ എങ്ങനെയുള്ളതായിരുന്നു എന്നതൊക്കെ അവർക്കറിയാൻ സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവും. ആ അവസ്ഥയിലാണ് അള്ളാഹു അവരെ പ്രവാചകന്മാരായിട്ട് നിയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇയാള് വിശ്വസ്തനാണോ, അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അവർക്ക് സ്വീകരിക്കാൻ പറ്റുമോ തുടങ്ങിയുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ അദ്ദേഹത്തെ പരാമർശിക്കുമ്പോൾ അവർക്ക് കൃത്യമായിട്ടൊരു ധാരണ നേരത്തെ തന്നെ ഉണ്ടാകും. വിശ്വസിക്കാൻ കൊള്ളുന്ന ഒരാളാണോ അല്ലേ എന്നതൊക്കെ അവർക്ക് മനസ്സിലായിട്ടുണ്ടാകും നേരത്തെ തന്നെ. അങ്ങനെയുള്ള ഒരാളെ ആണ് അള്ളാഹു ഒരു സമൂഹത്തിലേക്ക് ദൂതനായിട്ട് നിയോഗിച്ചയക്കാറുള്ളത്. അപ്പൊ ഇവിടെ ഈ ദൈവിക സന്ദേശം അവരുമായി പങ്കുവെച്ചപ്പോ അവര് പറയുന്നത് നിനക്ക് സിഹിർ ബാധിച്ചതാണ്, നീ കള്ളം പറയുകയാണ് എന്നൊക്കെയാണ്. ഇനി അഥവാ നീ സത്യമാണ് പറയുന്നതെങ്കിൽ അതിനുള്ള തെളിവായിട്ട് നീ താക്കീത് ചെയ്യുന്ന ദൈവിക ശിക്ഷയൊക്കെ ഉണ്ടല്ലോ, അതിന്റെ ഒരു അടയാളം എന്നുള്ള നിലക്ക് ആകാശത്തിന്റെ ചില ഗന്ധങ്ങള് ഞങ്ങളെ മേല് നീ ഒന്ന് വീഴ്ത്ത്. ഫസ്ഖിത് അലൈനാ കിസഫം മിനസ് സമാ ഇൻ കുൻത മിനസ് സാദിഖീൻ. ഇവരുടെ സംസാരം കേട്ടാൽ തോന്നുക ആകാശത്തിന്റെ കഷ്ണം അവരുടെ തലയിൽ വീഴ്ത്താൻ ഷുഐബ് അലൈഹിസ്സലാം വിചാരിച്ചാൽ സാധിക്കും എന്നാണ്.
അള്ളാഹുവിന്റെ പ്രതിനിധിയായി ദൈവിക പ്രവാചകനായിട്ട് പ്രവർത്തിക്കുന്നു എന്നതിന്റെ അർത്ഥം ദൈവിക സംവിധാനങ്ങളെ മുഴുവനും കയ്യിലേറ്റെടുത്ത് നിയന്ത്രിക്കുന്നവനായി മാറി എന്നാണ് അവരുടെ അനുമാനം. അതുകൊണ്ട് നീ ദൈവത്തിന്റെ പ്രതിനിധിയായിട്ടാണ് ഞങ്ങളോട് സംസാരിക്കുന്നതെങ്കിൽ നിനക്ക് വലിയ കഴിവുകളൊക്കെ ഉണ്ടാവണമല്ലോ. ആകാശത്തിന്റെ ചില കഷ്ണങ്ങൾ ഞങ്ങളുടെ മേൽ നീ ഒന്ന് വീഴ്ത്ത്, ഞങ്ങളൊന്ന് കാണട്ടെ. ഇതാണ് ഐക്യവാസികൾ അസ്ഹാബുൽ ഐക്ക ഷുഐബ് അലൈഹിസ്സലാമിനോട് ധാർഷ്ട്യത്തോടു കൂടി പറഞ്ഞ കാര്യം. അപ്പോ ഷുഐബ് അലൈഹിസ്സലാമിന്റെ മറുപടി ഇതാണ്: ഖാല റബ്ബി അഅലമു ബിമാ തഅമലൂൻ. എന്റെ നാഥന് നന്നായിട്ട് അറിയാം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഒക്കെയായ കാര്യങ്ങൾ എന്താണ് എന്നത് എന്റെ റബ്ബിന് നന്നായിട്ട് അറിയാം എന്നാണ് ഷുഐബ് അലൈഹി സ്വലാം പറയുന്നത്. അതിൽ ചില മറുപടികൾ അടങ്ങിയിട്ടുണ്ട്. ഒന്നാമത്, നിങ്ങൾ ഈ ആവശ്യപ്പെടുന്ന വിധത്തിൽ ആകാശത്തിന്റെ ഒരു കിസഫ് നിങ്ങളുടെ മേൽ പതിപ്പിക്കാൻ കഴിവുള്ളവനല്ല ഞാൻ. അത് എന്റെ ഉത്തരവാദിത്തത്തിലോ ചുമതലയിലോ പെട്ട കാര്യമല്ല. മറ്റൊന്ന്, നിങ്ങൾ ദൈവികമായ അത്തരം നടപടികൾ അർഹിക്കുന്നവരാണെങ്കിൽ അക്കാര്യത്തിൽ എന്താണ് വേണ്ടത് എന്ന് വെച്ചാൽ ചെയ്യാൻ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് അറിവുള്ളവനും കഴിവുള്ളവനുമാണ് എന്റെ റബ്ബ് എന്നാണ്. ഇവിടെ പറയുന്ന കാര്യം റബ്ബി അഅലമു ബിമാ തഅമലൂൻ എന്നാണ്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് എന്നത് നന്നായി അറിയുന്നവനാണ് എന്റെ നാഥൻ എന്ന് മാത്രം പറഞ്ഞു വെക്കുകയാണ് ഷുഐബ് അലൈഹിസ്സലാം. പക്ഷെ അതിൽ ചില സൂചനകളുണ്ട്. നിങ്ങൾ ആവശ്യപ്പെടുന്ന പ്രകാരം ആകാശത്തുനിന്ന് അതിന്റെ ഒരു കീറ്, ഒരു കഷ്ണം അല്ലെങ്കിൽ ചില കഷ്ണങ്ങൾ നിങ്ങളുടെ മേൽ പതിപ്പിക്കുക എന്നത് അതേപടി നിങ്ങൾ പറഞ്ഞ പാടെ അത് നടപ്പിലാക്കാൻ കഴിയുന്ന ഒരാളല്ല ഞാൻ. പക്ഷെ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയുന്നവനാണ് എന്റെ റബ്ബ്. അവന് തീർച്ചയായിട്ടും നിങ്ങളുടെ മേൽ അങ്ങനെ ഒരു നടപടി ആവശ്യമുണ്ടെങ്കിൽ അത് നടപ്പിൽ വരുത്തുക എന്നത് അവന് യാതൊരു പ്രയാസവും ഇല്ല. അത് ഞാൻ പറഞ്ഞുകൊണ്ടോ നിങ്ങൾ ആവശ്യപ്പെട്ടത് കൊണ്ടോ ഒന്നുമല്ല. അല്ലാതെ തന്നെ നിങ്ങൾ അത് അർഹിക്കുന്നുവെങ്കിൽ അത് ചെയ്യാൻ കഴിവുള്ളവനാണ് എന്റെ റബ്ബ് എന്ന ഒരു സൂചനയാണ് ഷുഐബ് അലൈഹിസ്സലാമിന്റെ മറുപടിയിൽ അടങ്ങിയിട്ടുള്ളത്. റബ്ബി അഅലമു ബിമാ തഅമലൂൻ എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അമലിനെ കുറിച്ച്, നിങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച്, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിയുന്നവനാണ് എന്റെ നാഥൻ. ഇതാണ് ഷുഐബ് അലൈഹിസ്സലാമിന്റെ മറുപടി. തുടർന്ന് ഫകദ്ദബൂഹു, അവര് അദ്ദേഹത്തെ നിഷേധിച്ച് തള്ളിക്കളഞ്ഞു. അദ്ദേഹത്തെ വിശ്വാസത്തിൽ എടുക്കാൻ അവരാരും കൂട്ടാക്കിയില്ല. അവരദ്ദേഹത്തെ കളവാക്കി, അദ്ദേഹത്തെ പുറന്തള്ളി. അദ്ദേഹത്തിനെ സ്വീകരിക്കാൻ അവർ സന്നദ്ധരായില്ല. തുടർന്ന് ഫഅഖദഹും അദാബു യൗമിൽ ദുല്ല, അതിനെ തുടർന്ന് അവരെ ഫഅഖദഹും അവൻ ഒരു അദാബു യൗമിൽ ദുല്ല അവരെ പിടികൂടുകയുണ്ടായി. ഫഅഖദഹും അവരെ പിടികൂടി, അദാബു യൗമിൽ ദുല്ല ഒരു യൗമുൽ ദുല്ലയുടെ അദാബാണ് അവരെ പിടികൂടിയിട്ടുള്ളത്. യൗമുൽ ദുല്ലയുടെ ഒരു കഠിനമായ ശിക്ഷ അവരെ പിടികൂടി. ഇത് അവർ കാണിച്ച ധാർഷ്ട്യത്തിനുള്ള ദൈവിക പ്രതികരണം എന്നുള്ള നിലക്ക് അവർ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു ശിക്ഷയെക്കുറിച്ചുള്ള സൂചനയാണ്. ആ ശിക്ഷ എന്താണ് എന്നത് ഇവിടെ വ്യക്തമാക്കുന്നില്ല. മറിച്ച് വളരെ വ്യംഗ്യമായിട്ട് വൈകായിട്ട് പറഞ്ഞു വെക്കുന്നത് അത് ഒരു യൗമുൽ ദുല്ല ആണ് ഉണ്ടായത് എന്നതാണ്. അതൊരു ശിക്ഷയായിരുന്നു. യൗമുൽ ദുല്ല എന്ന് പറഞ്ഞാൽ മേഘം തണൽ വിരിച്ച് നിൽക്കുന്ന മേഘക്കുടയുടെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ സൂര്യൻ ദൃഷ്ടിയിൽ വരാത്ത വിധത്തില് മേഘം കുത്തി നിൽക്കുന്ന, മേഘക്കുട വാനിൽ നിൽക്കുന്ന, ഇരുട്ട് കുത്തിയ ഒരു ദിവസം. അതൊരു ശിക്ഷ വരുന്നതിന്റെ ലക്ഷണമായിരുന്നു. ഏതു വിധത്തിലാണ് ശിക്ഷ നടപ്പിലാക്കപ്പെട്ടത്
ഐക്യവാസികളുടെ കാര്യത്തിൽ എന്നത് ഖുർആനിൽ എവിടെയും വ്യക്തമാക്കിയിട്ടില്ല. ഈ മദിയൻകാരുടെ കാര്യത്തിൽ അവരെ ഒരു പ്രകമ്പനം പിടികൂടി എന്നത്, ഒരു റജിഫത്ത് അവരെ പിടികൂടി എന്നത് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഇവിടെ ഈ സമൂഹത്തെ നശിപ്പിക്കുന്നതിന് വേണ്ട ദൈവിക നടപടിയുടെ തുടക്കത്തില് ആകാശത്തെ പൂർണ്ണമായിട്ടും മേഘാവൃതമാക്കി നിർത്തി ഒരു മേഘക്കുട ചൂടി നിൽക്കുന്ന അവസ്ഥയില് ആകാശം ഇരുട്ട് കുത്തി, എന്നിട്ട് ഒരു പക്ഷെ അതിശക്തമായ കാറ്റും മഴയും പ്രകൃതിക്ഷോഭവും ഒക്കെ ഉണ്ടായി കാണണം. നമുക്ക് അനുമാനിക്കാൻ പറ്റുന്ന അതാണ്. മേഘം ആകാശത്തെ മൂടി പൊതിഞ്ഞ അവസ്ഥ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അതിനെ തുടർന്ന് നിരന്തരമായി ദീർഘമായ ഒരു കാലയളവിൽ തന്നെ അതിശക്തമായ പേമാരി ഉണ്ടായി എന്നോ, അല്ലെങ്കിൽ പൊടിക്കാറ്റ് അവരെ അതിശക്തമായ വിധത്തിൽ പിടികൂടിയെന്നോ, അല്ലെങ്കിൽ അതികഠിനമായ ശൈത്യം അനുഭവിക്കുന്ന ഒരവസ്ഥയുണ്ടായി. സൂര്യന്റെ കിരണങ്ങള് കാണാൻ കഴിയാത്ത വിധത്തില് പല നാളുകളും തുടർച്ചയായിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞു പോയത് കാരണമായി അവരൊക്കെയും തണുത്ത് വിറങ്ങലിച്ച് ചത്തൊടുങ്ങി എന്ന് ഒക്കെ മനസ്സിലാക്കാം. ഇതൊക്കെ ആയിരിക്കാം. പക്ഷെ സ്പെസിഫിക് ആയിട്ട് ഏത് വിധത്തിലാണ് അവർ നശിപ്പിക്കപ്പെട്ടത് എന്നത് ഖുർആൻ വ്യക്തമാക്കുന്നില്ല. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ ഒരു അഭിപ്രായ പ്രകടനത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നത്, ഏത് വിധത്തിലാണ് ഐക്യവാസികൾ ദൈവിക ശിക്ഷ ഏറ്റുവാങ്ങിയത് എന്ന കാര്യം ആരെങ്കിലും വിവരിക്കുന്നുവെങ്കിൽ അത് തീർത്തും അടിസ്ഥാനരഹിതമാണ് എന്നാണ്. കാരണം അക്കാര്യം വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കിയിട്ടില്ല. വേറെ സൂചനകളിലെ ഹദീസുകളിലോ മറ്റോ ഒന്നും അതും വ്യക്തമാക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അള്ളാഹു വെളിപ്പെടുത്താതെ വെച്ചിരിക്കുന്ന ഒരു കാര്യം, മേഘം ഒരു കുട വിരിച്ച് നിൽക്കുന്ന പോലെയുള്ള ഒരു അവസ്ഥ സംജാതമായി ശിക്ഷയുടെ തുടക്കത്തില് എന്ന് മാത്രമാണ് സൂചിപ്പിക്കപ്പെടുന്നത്. അപ്പോ അവരാവശ്യപ്പെട്ടത് എന്നാണ്. നീ സത്യം പറയുന്നവനാണെങ്കിൽ ആകാശത്തിന്റെ ഒരു ഖണ്ഡം ഞങ്ങളുടെ മേല് വീഴ്ത്ത് എന്നതാണ് അവർ ആവശ്യപ്പെട്ടത്. അള്ളാഹു അവരെ നിരീക്ഷിക്കുകയും അവരുടെ സത്യനിഷേധം ധാർഷ്ട്യത്തോടു കൂടി അവര് കാണിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തപ്പോ അവരെ ഒരു മേഘക്കുടയുടെ ലുല്ലത്തിന്റെ ഒരു ദിവസത്തിന്റെ ശിക്ഷ അവരെ പിടികൂടുകയുണ്ടായി എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോ ആകാശം മേഘാവൃതമായി ഇരുട്ടുകുത്തി അതിനെ തുടർന്ന് അവര് നശിപ്പിക്കപ്പെടുന്നതിന് വേണ്ട ചില നടപടികൾ അല്ലാഹു സ്വീകരിക്കുകയും ചെയ്തു. ഇതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇന്നഹു കാന അദാബ യൗമിൻ അളീം, അത് തീർച്ചയായിട്ടും അവരെ നശിപ്പിച്ച ഒരു ശിക്ഷയായിരുന്നു എന്നതിൽ സംശയമൊന്നുമില്ല. കാരണം ഖുർആൻ പറയുന്നത് ഇന്നഹു കാന അദാബ യൗമിൻ അളീം, അതിഭീകരമായ ഒരു നാളിന്റെ ശിക്ഷ തന്നെയായിരുന്നു അത് എന്നാണ് ഇവിടെ തുടർന്ന് അള്ളാഹു വ്യക്തമാക്കുന്നത്. അപ്പൊ മേഘക്കുട വിരിച്ച ആകാശം മേഘാവൃതമായി ഇരുട്ടുകുത്തി എന്നത് അതികഠിനമായ ഒരു ശിക്ഷ അവരുടെ മേൽ നടപ്പിലാക്കുന്നതിനുള്ള തുടക്കമായിരുന്നു എന്നതാണ്. കാരണം അതികഠിനമായ ഒരു നാളിന്റെ, അതിഭീകരമായ ഒരു നാളിന്റെ ശിക്ഷ തന്നെയായിരുന്നു അത് എന്ന് ഇവിടെ അള്ളാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്നഫീ ദാലിക്കല ആയത്തൻ, നിശ്ചയമായിട്ടും ഇക്കാര്യത്തില് ഒരു ഗുണപാഠം, ഒരു ദൃഷ്ടാന്തം, ഒരു ദൈവികമായ പ്രതിഭാസം അടങ്ങിയിട്ടുണ്ട്. വമാകാന അക്സറുഹും മുഅ്മിനീൻ, അവരിലേറെ പേരും സത്യവിശ്വാസം ഉൾക്കൊള്ളാൻ കൂട്ടാക്കുന്നവരായിരുന്നില്ല. അവരതിന് വിസമ്മതിച്ചവരായിരുന്നു. അവര് വിശ്വാസം ഉൾക്കൊള്ളാൻ സന്നദ്ധരാവുകയോ വിനയം കാണിക്കുകയോ ബുദ്ധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്തവരായിരുന്നില്ല. ഈ ചരിത്ര സംഭവത്തില് അവർക്കും പിൽക്കാലത്ത് വന്ന ആളുകൾക്കും ഒക്കെ ഒരു പാഠമുണ്ട് എന്നാണ് അള്ളാഹു ഇവിടെ പറഞ്ഞു വെക്കുന്നത്. നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം, മക്കയില് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ
നേരിട്ട് കൊണ്ടിരുന്ന ആളുകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടതും ഇതുപോലെ ഒരു കാര്യമാണ്. സൂറത്ത് ബനി ഇസ്രായേലില് അള്ളാഹു വ്യക്തമാക്കുന്നുണ്ട്, ഔ തുസ്ഖിത്തു സമാ കമാ സഅംത അലൈനാ കിസഫ, നീ നേരത്തെ അവകാശപ്പെട്ട വിധത്തില് ദൈവിക നടപടി എന്ന നിലക്ക് ഞങ്ങളുടെ മേൽ ആകാശത്തിന്റെ ഒരു ഖണ്ഡം നീ ഒന്ന് വീഴ്ത്ത് എന്ന് മക്കയിലെ ആളുകള് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്ന ഒരു കാര്യം ഖുർആൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോ മക്കയിലെ ആളുകളും ശുഐബ് അലൈഹി ഇസ്ലാമിന്റെ സമൂഹമായിരുന്ന ഐക്യവാസികളും ഈ കാര്യത്തിൽ ഒരുപോലെയാണ്. രണ്ടു കൂട്ടരും അവരിലേക്ക് നിയോഗിക്കപ്പെട്ടിരുന്ന പ്രവാചകനോട് പറയുന്നത്, വിശ്വസിക്കാൻ കൂട്ടാക്കാതെ അദ്ദേഹത്തിന്റെ സത്യസന്ധതയെ മുഖവിലക്കെടുക്കാതെ അവര് പറയുന്നത്, നീ പറയുന്നതൊക്കെ ശരിയാണെങ്കിൽ ആകാശത്തിന്റെ ഒരു കഷ്ണം ഞങ്ങളുടെ മേലൊന്ന് ചാടിക്ക്, എന്നിട്ട് ഞങ്ങൾക്ക് അത് ബോധ്യപ്പെടട്ടെ എന്നൊക്കെയുള്ള വിധത്തിലാണ്. അപ്പോ ഐക്യവാസികൾക്ക് നൽകപ്പെട്ട ശിക്ഷ അതിലൊരു ദൃഷ്ടാന്തമുണ്ട് എന്ന് അല്ലാഹു കൂടെ പറയുമ്പോ അത് മക്കയിലെ ആളുകൾക്ക് കൂടിയും അതുപോലെ പിൽക്കാലത്ത് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ദൈവവിശ്വാസത്തിലേക്ക് കടന്നു വന്നിട്ടില്ലാത്ത ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളവും അതിൽ വലിയൊരു ദൃഷ്ടാന്തം അടങ്ങിയിട്ടുണ്ട്. ഇതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്ന കാര്യം. വഇന്ന റബ്ബക ലഹുവൽ അസീസുർ റഹീം. മാത്രവുമല്ല, തുടർന്ന് നേരത്തെ ചില സമൂഹങ്ങളെ കുറിച്ച് പരാമർശിച്ചിടത്തൊക്കെ പറഞ്ഞ വിധത്തിൽ അള്ളാഹു പറയുന്നത്, വഇന്ന റബ്ബക ലഹുവൽ അസീസുർ റഹീം എന്നാണ്. നിശ്ചയമായിട്ടും നിന്റെ റബ്ബ് അങ്ങേയറ്റത്തെ പ്രതാപമുള്ളവനും ഇസ്സത്തുടയവനും കരുണയുടയവനുമാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഐക്യവാസികൾ ധിക്കാരം കാണിച്ചു എന്നതുകൊണ്ട് അള്ളാഹുവിന്റെ അജയ്യതക്കോ പ്രതാപത്തിനോ ഒരു മങ്ങലും ഏൽക്കുന്നില്ല. അള്ളാഹു കാരുണ്യവാനാണ് എന്ന ഒരു കാര്യം യഥാർത്ഥമായി മാറുന്നുമില്ല. അവരെ അവരുടെ മേൽ ശിക്ഷ അടിച്ചേൽപ്പിച്ചു എന്നത് കാരണമായിട്ട് അള്ളാഹു റഹീം അല്ലാതെ ആവുന്നില്ല. റഹ്മത്ത് അർഹിക്കുന്ന എല്ലാവർക്കും അള്ളാഹുവിന്റെ റഹ്മത്ത് നൽകപ്പെട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ ആളുകള് അള്ളാഹുവിന് വഴിപ്പെടാൻ കൂട്ടാക്കിയില്ല എന്നതുകൊണ്ട് അള്ളാഹുവിന്റെ ഇസ്സത്തിന് ഒരു പോറലും ഏൽക്കുന്നില്ല. അള്ളാഹു തീർച്ചയായിട്ടും ഇസ്സത്തുള്ളവനും റഹ്മത്തുടയവനുമാണ് എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അപ്പോ ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്ത് ശുഅറയിലെ 185 മുതൽ 191 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. ചില ചോദ്യങ്ങള് വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് ചോദ്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഈ സൂറത്തില് ഒരു 10-20 ആയത്തുകൾ കൂടിയാണ്, അല്ലെങ്കിൽ 25-26 ആയത്തുകളൊക്കെയാണ് ബാക്കിയുള്ളത്. ഈ ആയത്തുകളുടെ കൂടി പഠനം കഴിഞ്ഞതിന് ശേഷം ആ ചോദ്യങ്ങൾ ഓരോന്നായിട്ട് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയും അതിനോടുള്ള പ്രതികരണം പങ്കുവെക്കുകയും ചെയ്യാം ഇൻഷാ അല്ലാഹ്. അപ്പോ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.